ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ചെറിയ ഐഡി കിട്ടി കാണും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റോർ മാനേജർ അങ്ങനത്തെ ഒരു സിമുലേറ്ററാണ്. അതായത് നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്തണം. നമ്മൾ അവിടുത്തെ ഒരു മുതലാളിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഈ കട ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ്സും ഇനി വരുന്നതായിരിക്കും. വേറെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വേറെ ഗെയിംസും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വഴിയേ വരും. എൻ്റെ കൂടെ ഇതും കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കടയിൽ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും ഐഡിയ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ, ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് എല്ലാ ഭാഷയും അത് എളുപ്പമാണ്, എല്ലാം സിമ്പിളാണ്. നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് തന്നെ അങ്ങ് പോവാം. എന്താ ഗിഫ്റ്റൊക്കെ വന്ന് നടപ്പുണ്ട്, ഇംഗ്ലീഷിലോട്ട് തന്നെ പോവാം. ഗ്രീറ്റിങ്സൊക്കെ വന്നിട്ടുണ്ട്. നെയിം ഓഫ് സ്റ്റോർ ഓവാ, എന്ത് മറ്റേ ആനിമൽ ആ സാധനം പോലെ. ഓക്കെ, എന്ത് കടയ്ക്ക് എന്ത് പേരെടുക്കാം? ഗൈസ്, ഇപ്പോൾ ഞാൻ തൽക്കാലത്തെ ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് വേറെ പേരാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു പേരൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളിൽ നിന്ന് നല്ലതൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു പേര് മനസ്സിലോട്ട് വരുന്നില്ലല്ലോ. ലൈസിങ് സ്റ്റോറിന് കൊടുക്കാൻ തൽക്കാലത്തേക്ക് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കടയുടെ പേര് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഏത് പേരിടണമെന്ന്. എങ്കിൽ നമ്മൾ സെറ്റാക്കുന്നതാണ്. യൂസ് റൈറ്റ് തം ടു ലുക്ക് അറൗണ്ട്. ഇങ്ങനെ ഓക്കെ. എന്തോന്ന്? യൂസ് ലെഫ്റ്റ് തം ടു മൂവ് അറൗണ്ട്. അതൊക്കെ അതെല്ലാത്തിലും അങ്ങനെ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടു ഗെയിൻ XP. ഓക്കെ, സെറ്റ്. ഓപ്പൺ ബോക്സ് ഐറ്റം പ്ലേസ്. ട്യൂട്ടോറിയൽ ഭാഗമാണ് നടക്കണം. പ്ലേസ് മാത്രമേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പിന്നെ ഇവിടെ ത്രോ. ഓക്കെ, സെറ്റ്. ഇനി പ്രൈസ് ലിസ്റ്റ് ചെയ്യണം. സെറ്റ് പ്രൈസ്. മാർക്കറ്റ് വാല്യൂ ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ കൂട്ടി 14 വെച്ച് ശരിയാവില്ല. ഒരു 5.72 എന്ന് പറയുമ്പോൾ ഒരു 6.75 കൊടുക്കാം. അല്ലെങ്കിൽ വന്ന് വാങ്ങിക്കുന്ന 9. ഞാൻ 6 കൊടുത്താ. താഴത്താണല്ലേ, പ്രോഫിറ്റ് ആണ് മുകളിൽ. ഓക്കെ. അപ്പം 6.60 കൊടുക്കാം. ഇനി ഇവിടെ ഉണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കട ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കട ഓപ്പൺ ആണ്. എല്ലാവരും വരും. ഇപ്പോൾ ഒരു സാധനം മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് വേറെ നല്ല സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, 3 രൂപ 40 പൈസ തിരിച്ചെടുക്കാറുള്ളത്. 3 രൂപ 40 പൈസ. 10. ഓക്കെ അല്ലേ? 1 രൂപയായിട്ടുള്ളൂ അല്ലേ? ഓക്കെ, സെറ്റ്. അടുത്ത ആൾ വരുന്നുണ്ട്. എല്ലാവരും വരും. നമുക്ക് ഇവിടെ സാധനം എന്താ ആഡിൻ്റെ ഒരു പരിപാടി ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. 3 പെട്ടിയൊക്കെ വെച്ച് വാങ്ങിക്കണം. കൊള്ളാം. നമുക്കിപ്പോൾ എത്ര രൂപ ഉണ്ട്? 6 രൂപയേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ 0 19.80. ഓക്കെ, കാർഡ് തരണതാണ് നല്ലത്. നമുക്ക് അടിച്ചു കൊടുത്താൽ ചില്ലറ കൊടുക്കണ്ട, ആണ് നല്ലത്. 6 6.0 അല്ല, 6.60 ആണല്ലേ? ഓക്കെ, 5 രൂപ കൊടുക്കണം. 5.40 25 5 10 സെറ്റ്. ഇനി അടുത്ത ആൾ എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട്. എടുത്തോളൂ. പക്ഷെ കട ശകലവും കൂടെ ഒക്കെ ഒന്ന് മാറ്റാനുള്ളതെന്നല്ലേ. ഗ്ലൈസിൻ സ്റ്റോർ മാർട്ട് ആ സാധനത്തിട്ടിരിക്കണം. പക്ഷേ കട സ്റ്റോറേജ് ലോക്കിടാ. ഫ്രീയാ? ആഡിൻ്റെ സംഗതി നമുക്കിവിടെ വേണ്ട. നമുക്ക് വരാം. ആദ്യം ഇവർക്കത് ബില്ലടിച്ച് കൊടുത്തോളൂ. 25 20. നെക്സ്റ്റ്.
6.60. നെക്സ്റ്റ് 3 രൂപ 45 പൈസ. 72 രൂപ ഗൈസ് നമുക്ക് ഇന്നത്തെ ലാഭം. മറ്റേ അവിടുത്തെ സ്റ്റോറി സൈഡിൽ അങ്ങനെ ഫർണിച്ചർ. ഓ സാധനം വാങ്ങിക്കാൻ പറ്റും. $200 വേണം നമുക്കിപ്പോൾ തൽക്കാലം. നമുക്ക് ഇതൊക്കെ വിൽക്കാൻ നടക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് പ്രോഡക്റ്റ് അത് തീരാൻ സാധ്യത ഉണ്ട്. 34 ഒന്ന് വാങ്ങിച്ചു വയ്ക്കാം. വാങ്ങിച്ചിട്ടില്ലേ? സീനില്ല. ഇയാളും കൂടെ ഒന്ന് എടുത്തിട്ട് പോയിക്കോട്ടെ. 2 രൂപ 40 പൈസ. ബൈ. ഓക്കെ, കട ക്ലോസ് ആയിട്ടുണ്ട്. നമ്മളെ സാധനം എത്തിയാ? റേറ്റിംഗ് അത് എനിക്ക് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂലേ? ഇപ്പം ശരിയായി. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പെട്ടി എവിടെ? എടുത്തോ. ഞാൻ ഓപ്പണാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഇവിടെ തന്നെ വയ്ക്കാം. പ്ലേസ് സെറ്റ്. അച്ഛനടെ ഓപ്പൺ ചെയ്താലേ? അകത്ത് ക്ലോസ്, വെളിയിൽ ഓപ്പൺ. ഓക്കെ, എല്ലാവരും വരൂ. പുതിയ സാധനം നമ്മൾ ഇതുവരെ വാങ്ങിക്കുന്നതിന് അതുവരെ നമുക്കിപ്പോൾ കട തുടങ്ങിയുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതാണ്. ഓക്കെ, ആരെങ്കിലും വരുന്നു? ആരെങ്കിലും ഗിഫ്റ്റ് ഇതാണ് ഒരേ സാധനം മാത്രമേ. 10, 13, 60. ഓക്കെ, 19.80. കാർഡാണ് കുറച്ചുകൂടി എഫക്റ്റീവ് കേട്ടോ. മറ്റ് നമ്മളിങ്ങനെ അടിച്ചിട്ടിരിക്കണം. നിങ്ങൾക്ക് വേറെ ഗെയിമിന് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ സെറ്റാക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ നെയ്ബർഹുഡ്. നമുക്ക് CD കടയാ? അല്ല, ഫർണിച്ചർ കട. എന്തൊരു ഒരു കട. നമുക്ക് അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല കേട്ടോ നമ്മളെ. നമുക്ക് ആ കട വരെ മാത്രമേ ഉള്ളൂ സംഗതി. ഈ സ്റ്റോർ സിമുലേറ്റർ ആൻഡ്രോയിഡിൽ വലിയൊരു ഗുമ്മ് തോന്നില്ല. വേറെ ഉണ്ടെങ്കിൽ വേറെ സെറ്റാക്കാൻ നോക്കാം കേട്ടോ ഗൈസ്. ഇത് നല്ലതുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിക്കുന്നതാണ്. അതിനൊക്കെ തീന്നാ 25, 20, 123 ഇതായി. ഫ്ലോറ് അത് 8 രൂപയല്ലേ ഉള്ളൂ. അത് 2 വാങ്ങിക്കാം. ബൈ. ഇവിടെ പാക്കേജ് ഓപ്പൺ. പ്ലേസ്. ഇതിൻ്റെ കൺട്രോൾസ് പോയിട്ട് ഞാൻ സെറ്റായി വരണതേ ഉള്ളൂ. അയ്യോ, ഇത് ക്ലോസ് ആക്കാൻ മറന്നുപോയി. ഞാൻ പ്രൈസ് സെറ്റ് ചെയ്തില്ല. ഇങ്ങനെ അതിനിടയ്ക്ക് ഇത് എത്ര രൂപ ഇട്ടിരിക്കുന്ന? വില ഇട്ടില്ല. അങ്ങനെ ഫ്രീ ആയിട്ടാണ് വാങ്ങിച്ചോണ്ട് പോണത്. നോക്കട്ട്. അയ്യേ, 68 പൈസക്കാ. കട അടയ്ക്കാൻ മറന്നുപോയി. ഇത്രയും കുറച്ച് തന്നും പോയി ഭയങ്കര കഥ കൊടുക്കുക. 40. ഇത് പച്ചായി കഴിഞ്ഞാൽ എല്ലാം കൊടുക്കാൻ കേട്ടോ. സാധാരണ ഗെയിംസിലെ നമുക്ക് ഈ ഡിസ്കൗണ്ട് കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. ബട്ട് ദിസ് ഈസ് ഓൾ റൈറ്റ്. വിഷമല്ല, സീനില്ല. നിങ്ങൾക്ക് ഞാനത് നമ്മളെ കട തുടങ്ങിയതിൻ്റെ സ്പെഷ്യൽ ഭാഗമായിട്ട് തന്നതാണ് കേട്ടോ. മാഞ്ഞു പോയ സ്പെഷ്യൽ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നെയാണോ? ഡിസ്കൗണ്ടിലാണ്. വേറെ ആർക്കും പറയണ്ട. ഓക്കെ, 3 രൂപ മാർക്ക്. നമുക്ക് 4 രൂപ വയ്ക്കാം. 5 വെച്ചാലോ? നമുക്ക് 5 വയ്ക്കാം.
അപ്പോൾ ഇതിനകത്ത് ഈ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ വരുമോ നോക്കാം. നമുക്ക് അതിൻ്റെ അടുത്ത സാധനം ഓർഡർ ചെയ്യാം. ഓക്കെ, ഇല്ലേ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ക്ലിയർ ഇതൊന്ന് വാങ്ങിക്കാം. ബ്രെഡ് ഒന്ന് വാങ്ങിക്കാം. ഓക്കെ, വില കൂട്ടിയോണ്ടാണ്. ക്ലോസ് അല്ലേ, മറന്നുപോയി. ഹലോ സാർ സാർ സാർ. നമ്മൾ ഇവിടുന്ന് കിറ്റ് തരുമായിരുന്നിട്ടുണ്ടായിരിക്കണം, എന്നാലും കുഴപ്പമില്ല. പെർഫോം ചെക്ക് ഔട്ടാ, അവിടെ നിന്ന് കിട്ടും. ചെക്ക് ഔട്ട്. ഇപ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെല്ലാം കൂടെ ഫ്രീ ആയിട്ട് എടുത്തോണ്ടങ്ങ് പോകും. അതിങ്ങേരെ അതൊന്ന് സെറ്റാക്കി ഇട്ടിട്ട് അത്രേ ഉള്ളൂ. ഇനി ഇത് കൊണ്ടിട്ടിട്ട് നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യണം. അതിന് മറ്റേതുണ്ടാകുമ്പോഴത്തേക്കും എടുത്ത് വയ്ക്കാം. എവിടെ പ്ലേസ് 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 പ്ലേസ്. ഓക്കെ, ഡിസ്പ്ലേ ഫുൾ. അയ്യോ, അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നു. ഷിറ്റ്. 3 രൂപ, നമുക്ക് 5 രൂപ തന്നെ വയ്ക്കാം. ഇവിടെ ഉള്ള എല്ലാ വെച്ച് വില കൂടുതലാണ്. അത് വെച്ച് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നമ്മൾ ക്രൂരന്മാരാണ് കേസ്. 6 രൂപ 2 പൈസ. ഇനി ഓപ്പൺ ചെയ്യാം. എല്ലാവരും വരൂ. നമുക്കിപ്പോൾ ഇവിടെ പുതിയ നമ്മുടെ റാക്ക് ഇപ്പോൾ ഫുള്ളാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരില്ല, അത് വേറെ കാര്യം. അത് വന്നില്ലെങ്കിലും ഡിസ്കൗണ്ട് തരില്ല, വന്നാലും ഡിസ്കൗണ്ട് തരില്ല. ഒരാൾ കയറിയിട്ടുണ്ട്, നമുക്ക് നോക്കാം അയാൾ ഏതെടുക്കുന്നു. ഓക്കെ, 5 രൂപ 2 3 ഓക്കെ, വമ്പിച്ച. അത് എത്ര രൂപയായിരുന്നു? 6 രൂപ. ഓക്കെ, കീശയിൽ കുറേ പൈസ കയറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, സെറ്റ് സെറ്റ്. ഒരു മാമി ഒന്ന് നോക്കിയിട്ട് പോയി. നമുക്ക് ഇവിടെ പൈസ കൂടുതലുള്ളവർ വന്നാൽ മതി. ഓക്കെ, നമുക്ക് അത്ര ദാരിദ്ര്യം ആയിട്ടുണ്ട്. 4 രൂപ. ഓക്കെ, സെറ്റ്. പോട്ടെ. നമ്മളിത്രയും റിച്ച് ആയിട്ടുള്ള പിള്ളേരായതുകൊണ്ട് അങ്ങനെയാണ്. സെറ്റ് 16 രൂപ. ഓക്കെ, ഇതെന്തൊരു ഇവിടെ എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഞാൻ ഇതെങ്ങനെ ഡോർ ലോക്ക്ഡാ എന്തോന്ന് ദിവസം? ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. ഓക്കെ, ടോട്ടൽ സ്പെൻഡ് -49 രൂപ, ഉണ്ടാക്കിയ 100. ഞാൻ അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഒരു ബിസിനസ് മാനാണ്, ആർക്കും അറിഞ്ഞൂടന്നേ ഉള്ളൂ. പക്കിയാണ്. എന്തിന് സ്കിപ്പ് മോർണിംഗ്? ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. നോ താങ്ക്സ്. ഞാൻ ആഡല്ല, നോട്ടാക്സ്. എന്നാലും ഇത് തുറക്കാൻ വേണ്ടി വല്ല വഴിയും കാണുമല്ലോ. തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിട്ടിരിക്കാം. അല്ലല്ല, ഓപ്പൺ ചെയ്ത് നമുക്കിപ്പോൾ വാങ്ങിക്കുന്നില്ല. എന്നാലും അത് തുറക്കാൻ നോക്കട്ടെ. സ്റ്റോർ മാനേജ്. സ്റ്റോറേജ് അടക്കണം. $1000. നിന്നെ ഞാൻ കാണിച്ചിട്ടാ. ഇനിയിപ്പം കുറച്ച് പൈസക്കാരനാകുന്നത് നിന്റെ കണ്ണിൽ പെടൂല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ സ്വിച്ചെങ്കിലും ഇല്ല, അവർക്കാവൂല. അപ്പം ശരി ഗൈസ്, നമ്മുടെ കട പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആളകത്ത് കയറി. ഇതൊക്കെ എപ്പോഴും ഓക്കെ സെറ്റ്. അത് വരൂ. ഞാൻ വേണമെങ്കിൽ എസ്കോട്ട് ചെയ്ത് നിങ്ങൾക്ക് സാധനങ്ങൾ കാണിച്ചു തരാം, ഇതിനെപ്പറ്റി പറഞ്ഞു തരാം. എത്രയാണ് സാധനം? എന്തോ ഒരു സാധനമാണ്, ഞാൻ വെച്ചപ്പോൾ ഓർമ്മ ഉണ്ട്, അതിപ്പോൾ മറന്നുപോയി. നിങ്ങൾക്കിത് നല്ല ഇഷ്ടപ്പെടും. വീട്ടിൽ കൊണ്ടുവച്ച് ചപ്പാത്തി ഇട്ടാ മാവ് കുഴച്ചാൽ ഇപ്പോഴും തിന്നണമെങ്കിൽ തിന്നു നോക്കണ. അതൊന്നും പറ്റൂല, പൈസ വേണ്ടി പോയാൽ മതി. 25. ഓക്കെ, നെക്സ്റ്റ്. ഒരു കാര്യം സത്യം പറഞ്ഞാൽ നിങ്ങൾ തിന്നില്ലേ? അതാള് ഇങ്ങനെ എടുത്തോണ്ട് പോയതാ? സാധനം വാങ്ങിച്ചാ അല്ല ഉണ്ടാ കയ്യിൽ? ഇല്ല. എന്തുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമായിരുന്നു. ഒരു ചേച്ചി പറഞ്ഞു. ഹലോ ചേച്ചി, ഡിസ്കൗണ്ട് വേണോ? തരാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കട പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. സാറാക്കണ്ട. ഇത് ഡിസ്കൗണ്ട് വേണോ? ഡേറ്റിൽ ഏത് വേണമെങ്കിൽ ഡേറ്റ് തരാം. ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി, വേറെ കുഴപ്പം. നിങ്ങളെ തിന്ന് നോക്കണം. അല്ല, അത് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഇത് നമ്മൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ മനസ്സിലായതേ. ഓക്കെ,
അയ്യോ, ഒരു 0 കുറഞ്ഞു. മാം എന്താ റെക്കമെൻഡേഷൻസ് മാമിൻ്റെ ഫ്രണ്ട്സ് ഗേൾസ് അങ്ങനെ ആയിട്ട് മനസ്സിലായില്ലല്ലേ? 1 രൂപ 97 പൈസ. ഓക്കെ, നെക്സ്റ്റ്. ഇവരെല്ലാം വന്ന് തിന്നിട്ടാ പോണത്. എന്തിനാ പാസ്ത പിസ ഇങ്ങനെ എന്തിനോ പറഞ്ഞു കേട്ടാ, വാങ്ങിക്കണില്ലേ? ആ മറ്റേ മാമിനോട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അറിയായിരുന്നു എൻ്റെ ഇത് റിക്വസ്റ്റ് നിരസിക്കാൻ പറ്റത്തില്ല. ടു എക്സ്പെൻസീവാ? അത്ര എക്സ്പെൻസീവ് ആണ്? 6 ചാച്ചൻ, 5 വയ്ക്കാം. 5.60 വയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇപ്പോഴാ എല്ലാവരും എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ഇതിൽ ഏതാണ് ആ സാധനം? ഇതാണോ ഇത്? പാസ്ത. അപ്പോൾ ഇത് എക്സ്പെൻസീവ് ആണെന്നാ? ഇതൊക്കെ ഉള്ളു ഇവിടെ, വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ മതി. അയ്യോ, ആ മറ്റേ വന്ന മാമിൻ്റെ കൂട്ടുകാരാണല്ലേ? ഓക്കെ, കണ്ടല്ലായിരുന്നു നിങ്ങൾ റിച്ച് ആണ്, അതുകൊണ്ടല്ലേ ഇവിടെ സാധനം വാങ്ങിച്ചത്. കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. അയ്യോ, 1 രൂപ കൂടിപ്പോയി, സോറി മാം. 3 ഇട്ടിട്ട് ഒരു പൈസ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഓക്കെ, 5 രൂപ. ഓക്കെ, നിങ്ങൾ നോക്കിയോ? ഹലോ മാം, 10 രൂപ 60 പൈസ. 9 രൂപ 60 പൈസ മതി, നിങ്ങൾ നോക്കിയോ? എനിക്ക് കറക്റ്റ്ലി കാർഡിനാ നടക്കൂല. ഓക്കെ, 10 രൂപ 60 പൈസ. 5 രൂപ 60. ഓക്കെ, അത് വാങ്ങിച്ചാലും തെറ്റൊന്നുമില്ല. 218 രൂപ നമുക്ക് കിട്ടി ഗൈസ്. നമുക്ക് ഇപ്പം രാത്രി നമ്മൾ 1 രൂപ പോലും നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. നമുക്ക് 81 രൂപ കിട്ടിയിട്ടുണ്ട്. അതാണ് രാവിലെ ആയ. ഓ, അത്ര 12 മണി. നമ്മൾ ഓ ചന്ദ്രനെ കണ്ടോ ഗൈസ്? ചന്ദ്രൻ ഈ സാധനം വരുമ്പോൾ അത്ര ഞാൻ പോയി നോക്കുന്നതിനാന്തോ. സ്കിപ്റ്റ് മോർണിംഗ്. ചന്ദ്രൻ പോയി. സൂര്യ എവിടെ? നമ്മൾ ഈ ബീച്ചിൻ്റെ അടുത്താണ്. അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് പോകാൻ. അല്ല മാഡം, നേരത്തെ തന്നെ മാഡം അല്ലേ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ആൾക്കാരൊക്കെ എത്തിയായിരുന്നു കേട്ടോ. താങ്ക് യു. ഇന്ന് ഓഫർ തരാം, എടുത്തോളൂ. ഫ്ലോറിസ് ടു എക്സ്പെൻസീവാ മാമിൻ്റെന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓഫർ തരാം. മൂവി മൂമ്മ മൂമ്മ ഇതിലേതെങ്കിലും വേണം എടുത്തോ. ഓഫറൊന്നും തരാൻ പറ്റില്ല. 10 രൂപ 60 പൈസ. 63, സോറി. ഓക്കെ, ഹലോ മാം. ഈ മാം അതല്ല, വേറെ. ഓക്കെ മാം, ഇത് എന്തിനും വില കൂടുതലെന്ന് പറയണത് നോക്കട്ടെ. ഇതിനാ 3. ഞാൻ 5 ഇട്ടണല്ലേ. 1 രൂപ മാക്സിമം കൂട്ടാൻ പറ്റൂ, അതാണ്. ഞാൻ ഒരു 82. 482. ഇതിൽ കൂടെ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ഓക്കെ എടാ, എന്തിന് ഞാൻ ഇപ്പം വില കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും വയ്യേ. നിങ്ങൾ ഓക്കെ. വേറെ മാം ഇതിലെ 2 വാങ്ങിച്ചാൽ വേണ്ട. ഈ സാധനം 2 വാങ്ങിച്ചാൽ ഒന്നും ഫ്രീ ഇല്ല. 2 വാങ്ങിക്കണം പ്ലീസ്, കഷ്ടപ്പാടാണ്. പോണു മാം. ഇനി എൻ്റെ വില മാറ്റണോ? ഓക്കെ, 70. ഇനി കുറയ്ക്കാൻ പറയില്ലേ അവിടെ? സാർ, ഞാൻ ഏതോ ദാരിദ്ര്യപ്പെട്ട സ്ഥലത്താണ് പോയി കട വെച്ചതെന്ന് തോന്നുന്നു. മിസ്റ്റർ, ഈ കട എനിക്ക് തന്ന ആരായാലും എനിക്ക് കട മാറ്റി തരണം പ്ലീസ്. എനിക്ക് ഇവിടെ നിന്നൊരു പ്രൊമോഷൻ വേറെ എങ്ങോട്ടെങ്കിലും തരണം. പ്രൊമോഷൻ അല്ല, ട്രാൻസ്ഫർ. ഇവിടെ ഉള്ള എല്ലാ പിച്ചക്കാരന്മാരാണ്. കാര്യം ചെയ്യാം, 4 വെച്ചെടുക്കാം. 4. ഇനി ഇതിൽ പ്രൈസ് കൂടുതലെന്ന് പറയണം. എന്നെ ഇന്ന് നോക്കി ഓട്ടിക്കും. ഹലോ മാം അങ്ങനെ പറയല്ലെന്ന് എനിക്കറിയാം. വാങ്ങിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. മാമിന് ഡിസ്കൗണ്ട് ഇപ്പം തരാൻ താല്പര്യമില്ല. ഐ എം ബ്രോക്ക് എഫ്.
സോ വേറൊരു ദിവസമാട്ടെ. നമ്മൾ ബിസിനസ്സിൽ ഇനി കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവുന്നതാണ് പറയണത്. ഓക്കെ, ഇപ്പം ബിസിനസ് എല്ലാം സെറ്റായിട്ട് പോകുന്നുണ്ട്. ഗേൾസ് രാത്രി ആവാറായിരിക്കുന്നു. എല്ലാവരും ഇപ്പം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും ഗേൾസ്. അപ്പം ഞാൻ ഒന്ന് ഈ ഗെയിം തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ ഇത് ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഈ പൊട്ടന്മാരുടെ വേറെ നല്ല കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതാണ്. എടോ കിളവാ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ എനിക്ക് വാങ്ങിക്കണ്ട. കുറ്റം പറഞ്ഞിട്ട് വാങ്ങിക്കാൻ നോക്കി ഒരു കാർഡ്. ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കട അല്ലെങ്കിൽ ഇപ്പം ഈ ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് കച്ചവടം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവന്മാർ പറഞ്ഞ അത്രയും പിച്ചക്കാരന്മാർ. മാമിനല്ല കേട്ടോ, മാമിനെ തന്നെ. പോട്ടെ, ഇറങ്ങ് എളുപ്പോ. എല്ലാം പിച്ചക്കാരന്മാർ. അതുകൊണ്ട് നമുക്കിപ്പം വേറെ കട, നമുക്ക് വേറെ സിറ്റിയുടെ ഒത്ത നടുക്കെങ്ങാനും ഏതെങ്കിലും കട ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ കടയ്ക്കിട്ട പേര് ഗ്ലൈസിൻ സ്റ്റോർ എന്നിട്ടിരിക്കണേ, അതെന്തായാലും മാറ്റാം. അപ്പോൾ നിങ്ങൾ അടുത്ത കടയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ കട തന്നെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കടയുടെ പേര്, അല്ലെങ്കിൽ നമ്മുടെ ഈ കട മാറ്റുകയാണെങ്കിൽ ആ ബ്രാഞ്ചിലെത്തി നമ്മൾ ഏത് പേരിടണം അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പിച്ചക്കാരന്മാരുടെ ഇടയിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര വെച്ച് നിർത്തിയാണ്. ഇത് കൂടുതൽ നീട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഈ പിച്ചക്കാരന്മാർ ഇത്രേ കാണിക്കുള്ളൂ. വേണ്ട, വന്നതാണ്, ഞാൻ ക്ലോസ് പോയി. നിങ്ങളെന്തൊരു ആവശ്യമില്ലടോ. അപ്പോൾ ഇപ്പം അറിയോ, അപ്രത്യക്ഷമായി. ഇവിടുത്തെ എല്ലാം മായജാലക്കാരാണ്. ക്ലോസ് ദ ഡോർ. നമുക്ക് പൊട്ടക്കട എന്നിടാം. എൻ്റെ നമുക്ക് ഇറങ്ങാം. പൊട്ടക്കട ഇത്രയേ ഉള്ളൂ. അയ്യോ, ആഡ് കാണണോ? ആഡ് കാണാൻ താല്പര്യമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഗെയിമിൻ്റെ ഒരു ബാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന് പകരം ഇതിൽ നല്ലൊരു കട ഏതെങ്കിലും നല്ല സിറ്റിയിൽ നടുക്കെങ്ങനെ വാങ്ങിച്ചിട്ട് നല്ല കണ്ണായ സ്ഥലത്ത് നല്ല 10 ഏക്കർ വാങ്ങിച്ച് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ അതുവരെയും വേറെ ഗെയിംസിൻ്റെ വീഡിയോസ് വരും. ഇതിൻ്റെ പകരം വേറെ സ്റ്റോർ മാർക്കറ്റും വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കടയ്ക്ക് ഇടാനുള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റിൽ നല്ലൊരു പേര് ഞാൻ സെലക്ട് ചെയ്ത് ഞാനത് കൺസിഡറേഷനിലെടുത്ത് ഞാനത് അടുത്ത കടയ്ക്ക് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.